ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കേരളത്തിലെ മാറുന്ന കാലാവസ്ഥ, വെല്ലുവിളികളും പരിഹാരങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംബന്ധിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായ വയനാട് ഉരുൾപൊട്ടൽ നടന്നിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമായിട്ടുള്ളൂ. അതുമായി ബന്ധപ്പെട്ട കാര്യകാരണങ്ങൾ ഭരണതലത്തിലും സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യൻ്റെ പ്രകൃതി ചൂഷണം തന്നെയാണല്ലോ. മലകളിടിച്ച് നിരപ്പാക്കുകയും പാറകൾ പൊട്ടിക്കുന്നതുമെല്ലാം ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. മലകളിടിച്ച് നിരപ്പാക്കുന്നതിലൂടെ നാം ചെയ്യുന്നത് ഭൂമിയുടെ ആണിക്കല്ല് ഇളക്കുകയാണ്. ആണികൾ ഇളകിക്കഴിഞ്ഞാൽ ഭൂമിയുടെ നിയന്ത്രണം തന്നെ തെറ്റിപ്പോകും. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നബയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് നോക്കാം. അലം നജഅലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ. ഭൂമിയെ നാം വിരിപ്പാക്കിയില്ലയോ, പർവ്വതങ്ങളെ നാം ആണികളാക്കുകയും ചെയ്തില്ലയോ. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം ഇവിടെ പറയാൻ ഈ സമയം അനുവദിക്കുന്നില്ല. മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം അല്ലാഹുവിലേക്ക് പരിപൂർണമായി മടങ്ങുക എന്നത് തന്നെയാണ് ഏക പരിഹാരം. വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. ഭൂമിയിലും കടലിലും ഫസാദ് ഉണ്ടാക്കുന്നത് മനുഷ്യൻ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ കൊണ്ടാണെന്ന് വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നത് ശ്രദ്ധിക്കൂ. നാം എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ. ആകയാൽ മുത്തുമുഅ്മിനീങ്ങളെ, എനിക്ക് നിങ്ങളോട് പരിഹാരമായി നിർദ്ദേശിക്കാനുള്ളത് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനമായി ഇറങ്ങിയ ഒരായത്താണ്. വത്തഖൂ യൗമൻ ലാ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫൂ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. നിങ്ങളെല്ലാവരെയും അല്ലാഹുവിലേക്ക് മടക്കപ്പെടുകയും ഓരോരുത്തരുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം തീർത്തു കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ എന്ന വിശുദ്ധ വാക്യത്തോടെ എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിപൂർണമായി തഖ്വ ചെയ്ത് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.